ഹായ് കൂട്ടുകാരെ, ഒറ്റപ്പാലത്തെ മായന്നൂർ പാലമാണ് ഈ കാണുന്നത്. സന്ധ്യ കഴിഞ്ഞാണ് ഞാനിത് എൻ്റെ ഫോണിൽ പകർത്തിയത്. 1 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു മായന്നൂർ പാലത്തിന്. ഭാരതപ്പുഴയുടെ മധ്യത്തിലൂടെ നീണ്ടു കിടക്കുന്ന ഈ പാലത്തു നിന്ന് നോക്കിയാൽ ഈ സമയത്ത് നിളയെ കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ കാർ അങ്ങനെ അമ്മയെ കാണാൻ ദീപാലങ്കൃതമായ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് പൂരം കൊടിയേറ്റാണ്. ഏപ്രിൽ 5 ശനി, മീനമാസം 22-ന് മായന്നൂർ ഭഗവതിയുടെ പൂരം കൊടിയേറ്റം നടത്തപ്പെടുന്നു. ഇവിടെ ബ്രഹ്മശ്രീ മുണ്ടനാട് മനശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും ശ്രീ പ്രവീൺ എമ്പ്രാന്തരയുടെയും കാർമ്മികത്വത്തിൽ ഇവിടെ ഇന്ന് പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനായ ശ്രീ എം ജയചന്ദ്രൻ സാറും പ്രശസ്ത സിനിമാ പിന്നണി ഗായിക റിമി ടോമി, ശ്രേയ, ജയദീപ്, നിഖിൽ തുടങ്ങിയവർ നയിക്കുന്ന ഗാനമേളയും നടക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഗാനമേള കാണാനാണ് വന്നത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം. ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും ചേരുന്നിടത്താണ് പുണ്യപുരാതന ക്ഷേത്രമായ ഒറ്റപ്പാലം മായന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നത്. മായന്നൂരെ ചോറൂട്ടൂർ എന്ന സ്ഥലത്തെ ഭഗവതി ക്ഷേത്രത്തിൽ നിത്യദർശനം നടത്താറുണ്ടായിരുന്ന ഒരു ഭക്തന് വാർദ്ധക്യ സംബന്ധമായ അസുഖം കാരണം ദർശനം നടത്താൻ സാധിക്കാതെ വന്നു. ഇതിൽ സങ്കടമായി ഭക്തന്. ഇതറിഞ്ഞ ഭഗവതി ഭക്തന്റെ കുടപ്പുറത്ത് സഞ്ചരിച്ച് മായന്നൂർ കാവിരിക്കുന്ന സ്ഥലത്ത് എത്തി. അവിടെ ഭഗവതിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ 101 നായന്മാരാണത്രേ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. വരിക്കപ്ലാവിൽ തീർത്ത ഭഗവതിയുടെ വിഗ്രഹം ദർശിച്ച ശേഷം ഉപദേവതമാരായ ഗണപതിയെയും വേട്ടക്കാരനെയും ശാസ്താവിനെയും ക്ഷേത്രപാലകനെയും ദർശിച്ചു. നാഗരാജാവിനെ കൂടി ദർശിച്ച ശേഷം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ MJ സാറിന്റെ ഗാനമേള കൂടി കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ സേതുരാമൻ സാർ, തിരുവനന്തപുരത്തുള്ള ശ്രീ സേതുരാമൻ സാർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, തൈക്കാട്, തിരുവനന്തപുരം, അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. ഒപ്പം റിമി ടോമിയുടെയും ശ്രീ MJ സാറിൻ്റെയും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിച്ചു. അതിൽ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകനും ഞാൻ ഇഷ്ടപ്പെടുന്ന ഗായികയും മറ്റെല്ലാവരും തന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അവരൊക്കെ ഒന്ന് കാണാനും അവരോടൊപ്പം കുറച്ച് സമയം ചിലവിടാനും എനിക്ക് കഴിഞ്ഞു. എൻ്റെ സംഗീത ആൽബമായ ഓണപ്പുത്തരിക്ക് MJ സാർ ആശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്നു മുതൽ അദ്ദേഹത്തെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ലളിതമായ ഒരു സ്വഭാവമുള്ള ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ കൂടി കാണാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. ഞാൻ എന്തായാലും ഫോട്ടോസും വീഡിയോസും കൂടി ഇതോടൊപ്പം ചേർക്കുന്നു. ക്ഷേത്രത്തിന്റെ കവാടം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഭഗവതിയെ കണ്ട് വണങ്ങി ഭക്തജനങ്ങൾ അകത്തോട്ടും പുറത്തോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല തിരക്കാണ് ഇവിടെ. ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുകയാണ് ഭദ്രകാളി, ഭഗവതിയും ഉപദേവതമാരും. മകരത്തിൽ കളമെഴുത്തുപാട്ടും ഇവിടെയുണ്ട്. ഏറെ പ്രസിദ്ധം ഇവിടുത്തെ പൂരമാണ്, മായന്നൂർ പൂരം. അതുപോലെ തന്നെ അവിടുത്തെ മടത്തിൽപ്പടിപ്പാടത്ത് നടക്കുന്ന ഗംഭീര വെടിക്കെട്ടും. നെല്ല്, അരി, മലർ, അപ്പം തുടങ്ങിയവയാണ്, നാളികേരം തുടങ്ങിയവയാണ് അവിടെ
പറയ്ക്കായിട്ട് എഴുന്നള്ളിക്കുന്നത്. മീനമാസത്തിലെ സന്ധ്യയ്ക്ക് ശേഷമാണ് ഇവിടെ കൊടിയേറ്റ ചടങ്ങ് ആരംഭിച്ചിട്ടുള്ളത്.